ദീപു പറഞ്ഞാൽ 150 പടം ഇറങ്ങുമ്പോൾ ഒരു 10 പടത്തിനകത്ത് വിജയിക്കുമ്പോൾ 140. അപ്പൊ എത്ര കോടി വിളിച്ചു പോകുന്നു ഒരു വർഷം? മലയാളത്തിൽ കോടികളാണ് വിളിച്ചു പോകുന്നത്. അതിൽ എത്രയോ പേര് കടം വാങ്ങിച്ചും അങ്ങനെയൊക്കെയാണ്. ഈ പടം 2 വർഷം 2.5 വർഷമായി. അത് നമ്മളെവിടെയെങ്കിലും നമ്മള് ഫിനാൻസ് ചെയ്താണ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുന്നത്? അതാണ് ഇവിടെ എല്ലാവരും പൈസ കൊണ്ടെന്നുള്ള സിനിമ അവരുടെ ആഗ്രഹങ്ങളുണ്ട് സിനിമയ്ക്ക് വരുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസ അറേഞ്ച് ചെയ്ത് വരുന്നവരുണ്ട്. സോളിഡ് ആയിട്ടുള്ള പലരും സിനിമയിൽ ഇറങ്ങാറില്ല. സോളിഡ് ആയിട്ട് പൈസ ഉള്ള ആരും ഇറങ്ങാറില്ല. കാരണം അവർ പേടിയാണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫീൽഡില്ല. പിന്നെ ഞാൻ പറയുന്നത് അല്ല, ഈ പറഞ്ഞു വെച്ചതെന്ന് എന്നുള്ള ഇത് എന്തിനും ആൻസർ ആകേണ്ട താങ്കൾ മാത്രമാണ്. ഈ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും ഈ വിഷയങ്ങളിലും ആൻസർ പറയേണ്ട താങ്കൾ തന്നെയായി മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രകാശൻ ന്യൂക്കമ്മനാണ്, ഞാനാണ് പ്രകാശനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഞാൻ ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ പ്രകാശ് പറയാണ്, ദീപു ഇന്നടുത്ത് ഞാൻ ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാൻ ഏറ്റു. ഞാൻ അവരുടെ മുമ്പ് വെച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരൻ ന്യൂക്കമ്മറാണ്. പിന്നെ എനിക്ക് അഡ്വൈസ് ചെയ്യുക, ഈ പൈസ ഏതൊക്കെ വഴിയിൽ ആരൊക്കെ കൊണ്ടുപോകുന്ന പോലും ഞാൻ പലപ്പോഴും പ്രകാശിനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് അത് എന്തിനാ ചെയ്തത്, ഞാൻ പറയാതെ കൊടുക്കരുതെന്നുള്ള അവസ്ഥയിൽ ഞാൻ പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞാൻ പറയാം, എഗെയിൻ എന്ത് സംഭവിച്ചിരുന്നാലും ഇതൊരു സംവിധാനം ബാധിക്കും. നാളെ ഞാനൊരു കുറേ കാര്യങ്ങൾ പറയാം. പ്രകാശ് ഇപ്പോൾ ഈ മനസ്സും മടിച്ച് നാളെ റിലീസിൽ പോസ്റ്റേഴ്സ് കുറച്ചോ, അല്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന അദ്ദേഹം എപ്പോഴും ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട് ഇതിനു വേണ്ടി. എന്തെങ്കിലും കാരണവശാൽ റിലീസിന് കുറവ് വന്നിരുന്നാലും അത് ദീപിൻ്റെ പടം ഒട്ടും ഇതില്ലാതെ റിലീസായി. ഈ ബാക്കി പ്രശ്നങ്ങളൊന്നും ആളെ അറിയുന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തു നിന്നും നമുക്ക് വിഷയങ്ങളുണ്ട്. അതെല്ലാം മാറി വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണലി റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. എൻ്റെ സൈഡിൽ നിന്ന് വി ആർ വെരി ഹാപ്പി ഗോയിങ് ഫോർവേഡ്. ഞാനത് പ്രകാശനോട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ നേരിടാൻ തയ്യാറായിട്ട് തന്നെ. പ്രതിസന്ധി എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഈ ആൾക്കാരിലേക്ക് സിനിമ എത്തിക്കാനുള്ള ഒരു ഇപ്പോൾ ആക്ടേഴ്സ് സഹകരിക്കുമ്പോൾ കിട്ടുന്ന മാർക്കറ്റ് ചിലപ്പോൾ നമുക്ക് ഒരു നല്ല പടം, അത്രയും നല്ല പടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. കാരണം ആ പടം ഇറങ്ങുന്നതായിട്ട് ചിലപ്പം ജനങ്ങൾ അറിഞ്ഞു വരത്തില്ല. കുറച്ച് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കടവാണ്. എന്താ മാർക്കറ്റ് എത്ര മാർക്കറ്റ് ചെയ്താലും പടം മോശമാണെങ്കിൽ, ഇപ്പം ശങ്കർ പോലൊരു ഡയറക്ടർ, കമലഹാസനെ പോലെ ആക്ടർ ഇന്ത്യൻ 2 വീണ് പോയില്ലേ? അതെ അതെ, മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ പടം മോശമാണെങ്കിൽ അവിടെ വേറെ ചോദ്യം പറച്ചിലുമില്ല. പക്ഷെ അത്യാവശ്യം ഇങ്ങനെ പടം വരുന്നതായിട്ട് ആൾക്കാർ അറിയണം. ഞാൻ രണ്ടാമത് പ്രകാശിനോട് ഞാൻ പറഞ്ഞു, പക്ഷേ സംവിധായകൻ ഞാൻ പറഞ്ഞു, പ്രകാശ് പടം ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസം കയറിയില്ലെങ്കിൽ പിന്നെ കയറി പിടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംവിധായകൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയുകയും ചെയ്തു, നമുക്ക് അങ്ങനെ ചുമ്മാ അനാവശ്യം കേട്ടരുത്, ബോഗസ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത്. പടം നന്നാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കും പടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ. ഈ പടത്തിൻ്റെ നമ്മളൊരു പ്രിവ്യൂ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ കുറച്ച് 1-2 ഷോകൾ ലിമിറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാർ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം. അതായത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ പടം കഴിയുന്നത് വരെ നമ്മൾ അറിയുന്നില്ല. അതാണ് ലാഗില്ല. ഇൻ്റർവെല്ലൊക്കെ ആവുന്നത് ഇൻ്റർവെൽ ആയോ എന്നാണ് ചോദിക്കുന്നത്. അത്ര വിശ്വാസമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തൊരു മാസ് പടം കാണാൻ പോകുമ്പോൾ പോയാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിനകത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ട് പടത്തിനകത്ത്. കണ്ടിട്ട് ആരും മോശം പറയും. സോഫ്റ്റ്നെസ് ഉണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ ടച്ച് ചെയ്യും. ആ പടം അത്യാവശ്യം ഹ്യൂമറുണ്ട്, നല്ല പാട്ടുകളുണ്ട്. ഇതൊക്കെയാണ് നല്ല സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല സിനിമ 9-ാം തീയതി എത്തുകയാണ്. ഒത്തിരി പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്തൊരു സിനിമ, ഒത്തിരി വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട സിനിമ. പക്ഷെ ആ സിനിമയ്ക്കുള്ളിലെ വിശ്വാസം നിങ്ങൾ രണ്ടുപേരെ എൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഇപ്പോഴും പറയുന്നത്, താങ്കൾ പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫോക്കസ് കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെവിടെയാണ് താങ്കളുടെ മനസ്സിലുണ്ട് താനും, താങ്കളുടെ മനസ്സിലുണ്ട് താനും. അവിടെ ഞാൻ എടുത്തു പറയാൻ, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ അനശ്വരയുടെ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നും അനശ്വര ഇഷ്ടമുണ്ട് എന്നും എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്തോ എവിടെ സംഭവിച്ചില്ല. ആ പാളിച്ച സിനിമ റിലീസ് കഴിഞ്ഞിട്ടെങ്കിലും പേഴ്സണലായിട്ടെങ്കിലും എന്നോട് പറയാം. ഓക്കെ, അത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല ഇത് ഏത് വഴിക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ രീതിയിലാവണമെന്നില്ല. പക്ഷെ അതിനൊന്നും നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. അതെ അതെ, ചിലപ്പോൾ നേരെ തിരിയുമായിരിക്കും, കൂടെ നിൽക്കുമായിരിക്കും, ഫുൾ ടൈം. ഒന്നുമില്ലെങ്കിലും എന്താ പറയുന്നത്, നമുക്ക് അവിടെ നിർത്താം, സ്റ്റോപ്പ്. എന്തായാലും അത് നന്നാകട്ടെ, സിനിമ നന്നാകട്ടെ. സിനിമകൾ വിജയിക്കേണ്ട അത്യാവശ്യമാണ്. പ്രൊഡ്യൂസറിനും അത്യാവശ്യം, ഡയറക്ടറിനും അത്യാവശ്യമാണ്. സിനിമ തുടങ്ങുന്നത് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും നിന്ന് തുടങ്ങുന്നു, അവസാനിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതിടയ്ക്കും ആദ്യവും അവസാനം എല്ലാം നിങ്ങൾ മാത്രമായി മാറി. പക്ഷെ നിങ്ങളുടെ കൂടെ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടെ ഉണ്ടാവും യാത്രയ്ക്ക്. ഡേറ്റ് എത്രയായി?
ഇന്നിപ്പം 19. നമ്മുടെ റിലീസ് 23. 5 ദിവസം കൂടെ 5 ദിവസങ്ങളുണ്ട്. ആ പറച്ചിലിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ഞാൻ ചോദിച്ചത്. നമ്മൾ ആ 23rd എന്നുള്ള ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. നമുക്ക് കാത്തിരിക്കാം, കൂടെ ഉണ്ടാവും. ഓക്കെ, യാത്ര തുടരുക, ഈ നല്ല നല്ല സിനിമ ചെയ്യുക. ശരി. അപ്പോൾ വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ പറഞ്ഞേ, ഹൈദരലിയുടെ ഒരു നാക്കായിരിക്കാം, ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.